and these I am Deepa S. Panikar here inside my house, സഹദേവ മന്ദിരം, ഓലകെട്ടിയമ്പലം, പി ഒ മാവേലിക്കര, ഭരണിക്കാവ് വില്ലേജ്, 1ാം വാർഡാണ്. അതുപോലെ 1ാം വാർഡ് മാത്രമൊന്നുമല്ല, എൻ്റെ ഹൗസ് നമ്പർ എന്ന് പറയുന്നത് 89 ആണ്. അപ്പോൾ എൻ്റെ കുറച്ച് നെയ്ബേഴ്സ് ഉണ്ട്, എൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളാണ്. ഇവന്മാർ ഇൻഷുറൻസ് ലൂട്ടേഴ്സാണ്. എന്നിട്ട് ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര കള്ളത്തരങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവന്മാരുടെ ജോലി എന്ന് പറയുന്നത്. അവിടെ ഇവിടെ എൻ്റെ വീട് ഇതാണെങ്കിലും അവിടെ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഇവന്മാർ കള്ള കഥകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം മോഹൻ സിംഗ് എന്ന് പറയുന്നവൻ വന്നിട്ടുണ്ട്. ഇനി അവൻ്റെ വീട്ടിൽ വെച്ച് ഡ്രാമ നടത്തും. അവൻ ആരോ ഇങ്ങോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയുള്ള ഡ്രാമകളൊക്കെ നിങ്ങൾക്കറിയാം. ഇതാണ് മോഹൻ സിംഗിൻ്റെ സദാനന്ദ മന്ദിരം എന്ന് പറയുന്ന വീട്. ഇപ്പോൾ ഈ കാറ് വന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഫേസ് ചെയ്തിടും. ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടിട്ടാണ് ഇവൻ എൻ്റെ വീടിൻ്റെ ഇതിലോട്ടാണ് ആരാണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ വരുത്തിയേച്ച് ഇവൻ ഇനി അങ്ങ് ഡ്രാമ തുടങ്ങും. മനസ്സിലായില്ലയോ? ഇങ്ങനെ പല പല കള്ളക്കഥകളാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്, ഇവിടെ ഒന്നും ഒരവനും വരത്തില്ല. ഇതാണ് എൻ്റെ വീട്. ഇവിടെ കാറൊന്നും വരത്തില്ല. ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എൻ്റെ ഇത്. മനസ്സിലായില്ലേ? എൻ്റെ ഗേറ്റ് ലോക്ക്ഡാണ്, നിങ്ങൾക്ക് കാണാം. ഞാൻ പോയി കടയിൽ നിന്ന് പാല് വാങ്ങിച്ചുകൊണ്ട് വന്ന് അന്നേരെ ലോക്ക് ചെയ്ത് അവനാണ് പോകുന്നത്. മോഹൻ സിംഗ് അവൻ്റെ വീട്ടിലോട്ട് പോയി. ഇതാണ് എൻ്റെ വീട്. എന്നിട്ട് ഇവന്മാർ നമ്മളെക്കുറിച്ച് വേണ്ടാത്ത കഥകളൊക്കെ ഉണ്ടാക്കുക. എന്നിട്ട് എന്തൊക്കെയോ ഇൻഷുറൻസ് ഒക്കെ ഇവന്മാർ നമ്മളെ വെച്ച് തട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ കാനഡയിൽ പോകാൻ വർക്ക് വിസയ്ക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്ത് അതെല്ലാം ഇവന്മാർ ശരിയാക്കി. എനിക്ക് വർക്ക് വിസ തരാതെ വെറും വിസിറ്റേഴ്സ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മളെ അത് റിജക്റ്റ് ആക്കി നമ്മളെ വിടാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ 2.5 ലക്ഷം രൂപയാണ് ഇവന്മാർ പറ്റിച്ചെടുത്തത്. ഒരു ആർക്കെയിൻ ഓവർസീസ് എന്ന് പറഞ്ഞൊരു ഇതായിട്ട് കൂടിക്കൊണ്ട് അങ്ങനെ പല രീതിയിലാണ് ഇവന്മാർ നമ്മളെ ഉപദ്രവിക്കുന്നത്. നമ്മളുടെ വീടെന്ന് പറയുന്നത് ഇത് SNDP ബിൽഡിങ്ങിൻ്റെ തൊട്ട് സെക്കൻഡ് ഹൗസാണ്, ലെഫ്റ്റ് സൈഡിൽ. വേറെ എങ്ങുമല്ല ഇത്. ഇവന്മാർ അങ്ങനെ നമ്മളിവിടെ ആണെങ്കിൽ പോലും ഇവന്മാർ കഥയുണ്ടാക്കാൻ നമ്മൾ വേറെ എവിടെയോ ആണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഇത് ലോക്ക്ഡാണ് എൻ്റെ ഗേറ്റ്. പക്ഷേ ഇവിടെ ആരെയും വരാൻ ഇപ്പം സമ്മതിക്കത്തില്ല. ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മളുടെ കഥകളാണ്. അതുപോലെ നമ്മളിപ്പം ഒന്നും കഴിക്കേണ്ട ഇവർ ഇങ്ങനെ ബ്ലോട്ടിംഗ് ഗ്യാസ് അടിച്ച് ഇതാക്കുക. നമ്മൾ രാവിലത്തെ ഇതൊന്നും കഴിക്കുന്നില്ല, അതുപോലെ ചായ കുടിക്കുന്നില്ല, ഷുഗർ ആഡ് ചെയ്യാതെ തന്നെയാണ്. ഇപ്പം പാൽപ്പൊടിയാണ്, അത് കഴിക്കുവാണെങ്കിൽ തന്നെ ഷുഗർ ആഡ് ചെയ്യാറില്ല. ഇങ്ങനെ നമ്മൾ വളരെ കൺട്രോൾഡായിട്ടാണ് ഇതാക്കുന്നത്. കാരണം എന്നാൽ പോലും ഇവന്മാർ ഇങ്ങനെ ഇതാക്കുക. നമ്മൾ 2 നേരം പോലും കഴിക്കുന്നില്ല. ഇപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഒരു 2-3 സ്പൂണേ ചോറ് കഴിച്ചിട്ടുള്ളൂ. എന്നാലും നമ്മളെ ഇങ്ങനെ അടിച്ചിങ്ങനെ വീർപ്പിക്കുക, നമ്മളുടെ ബ്രസ്റ്റൊക്കെ വലുതാക്കുക, നമ്മളുടെ ബ്രസ്റ്റും ബട്ടക്സും പിന്നെ സ്റ്റൊമക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇതാക്കുക. ഇന്നത്തെ രാവിലത്തെ വണ്ണമല്ല, കുറച്ച് കഴിയുമ്പം അങ്ങനെ ഭയങ്കര ശല്യമാണ് ഇവരെ കൊണ്ട്. നമ്മളെ പല രീതിയിലാണ് ഇവർ ഉപദ്രവിക്കുന്നത്, പല രീതിയിൽ. നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ഈ റേറ്റ്സിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ